അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള കുപ്പിയാണ്. ഇപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇതിൽ വൈറ്റ് കളർ കുറവായിരുന്നു എൻ്റെ കൈമിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്ര ഫിനിഷിങ് ഇല്ലാത്തത്. എന്നാൽ കറക്റ്റായിട്ടുള്ള അളവിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഒരു കോട്ടിൽ തന്നെ ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും. അതിൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ ഇതിനൊരു ബേസ് കോട്ടായിട്ടൊരു വൈറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 കോട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ 3-4 കോട്ടെല്ലാം കൊടുക്കേണ്ടി വരും. നമുക്ക് പിന്നെ പെയിൻറ്റ് കുപ്പിയിൽ ചെയ്യുമ്പോൾ ഇളകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഇതൊന്ന് ചെയ്യണം. ഇനി നമുക്ക് ഈ മേലൊരു ഡിസൈന് വരച്ചെടുക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഒരു മജന്ത പോലത്തെ കളറാണ് എടുത്തിട്ടുള്ളത്. ഡീപ് ബ്രിൽ പേർപ്പിൾ എന്നാണ് ഈ കളറിൻ്റെ പേര്. ഈ ഒരു കളർ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്ലൂ കളർ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മൾ ബ്രഷ് ചെറുങ്ങനെ തൊട്ടിട്ട് നീലം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചും കൂടി ബ്ലൂ കളർ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വയലറ്റ് കളറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് എത്രത്തോളം കട്ടി വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കലും ചെയ്യാം. പിന്നെ കുറച്ചും കൂടി മജന്ത കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ കുറച്ച് അധികമായിട്ട് ചേർക്കുക. അല്ലെങ്കിൽ മജന്ത കളർ കുറച്ചൊരു നല്ലൊരു ഷെയ്ഡായിട്ട് വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ബഡ്സിനെ കൊണ്ടാണ് ഈ വല്ല ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. നമ്മളിത് ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പരന്നിട്ടുള്ള ബോട്ടിലെല്ലാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എളുപ്പമുണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് പോലെ ആയിട്ട് പെറ്റൽ അങ്ങനെയും വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സിനെല്ലാം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ വട്ടമാക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് അത്. അപ്പോൾ അത് നമ്മൾ ഡൈ കാർട്ടിൽ കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബീൻസാണ്. നമ്മൾ തോരനെല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ബീൻസാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ അത് ചെരിച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ചെരിച്ച് മുറിച്ചിട്ട് നമ്മളൊരു കുപ്പി ഇപ്പോൾ റൗണ്ട് ബോട്ടിലാണ് നമ്മളിതിങ്ങനെ വെച്ച് നോക്കണം. ആദ്യം ഇങ്ങനെ ഈ മേലൊന്ന് അമർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊന്നിങ്ങനെ വെച്ച് നോക്കണം പെയിൻ്റ് ആക്കുന്നതിന് മുന്നേ ആയിട്ട്. എന്നിട്ട് അതൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബീൻസിനെ കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അധികം യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഇതൊരു നീളത്തിലുള്ള ടൈപ്പിലുള്ള ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെറിയ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് അതിൻ്റെ തറ്റത്ത് തന്നെ മുറിച്ചിന്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കുന്നെല്ലാം മുറിച്ച് കഴിഞ്ഞാലും എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് നമുക്ക് അതിൻ്റെ ഒരു ഇല ചെയ്തെടുക്കണം. ഇല ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലെമൺ യെല്ലോ കളറോ അതിൻ്റെ കൂടെ കുറച്ച് മാത്രം നമ്മുടെ ഡാർക്ക് ഗ്രീൻ ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലീഫ് ഗ്രീൻ കളർ അത് എടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ സാധാരണ ഇങ്ങനത്തെ പെയിൻ്റെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് എടുക്കാറുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് ബോട്ടിൽ മേടിക്കുന്നതിനെക്കാട്ടും നമ്മൾ കൈമേലുള്ള കളറിനെ കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇല അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ബീൻസ് മുറിച്ചിട്ട് ഇത് നമ്മൾ തോരനെല്ലാം വെക്കാൻ വേണ്ടി മുറിക്കുന്നില്ല, നേർക്ക് തന്നെ മുറിക്കുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു ഇതിൽ മുറിച്ചിട്ടാണ് ഇലയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിങ്ങനെയാണെന്നുള്ളത് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല അടിപൊളി വർക്ക് തന്നെയാണിത്. പിന്നെ ഇതിൽ നമ്മൾക്ക് പിക്ചർ വാർണിഷ് അല്ലെങ്കിൽ പിക്ചർ വാർണിഷിൻ്റെ സ്പ്രേ വാർണിഷെല്ലാം നമുക്ക് ഓൺലൈനിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അതിലെന്തെങ്കിലും ഇത് അടിച്ചു കൊടുക്കണം. പിന്നെ ഇതേപോലെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. ഇത് ഞാൻ ബീൻസ് ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇലകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് പൂവും ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്ത വർക്ക് എപ്പോഴും നല്ല പുതുമയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് അടിക്കുന്നത്. പിന്നെ ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ക്ലിയർ വാർണിഷ് അടിക്കാൻ പാടില്ല, അന്നേരം അതൊരു യെല്ലോ കളറായി പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്